الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അറിവ് തേടി വന്നവരാണ് നമ്മൾ. വിജ്ഞാനം അന്വേഷിച്ചുള്ള യാത്രയാണ് നമ്മളെ ഇവിടെ ഒരുമിച്ചിരുത്തിയത്. ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കണം, ഈമാനികമായ ഒരു ഉണർവുണ്ടാകണം. അതാണ് ഈ ഒത്തുചേരലിൻ്റെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്ത സ്വഹാബിമാരുടെ ജീവിതം ചരിത്രത്തിലുണ്ട്. ഉന്തുലസിൽ നിന്ന് പുറപ്പെട്ട് വൻകരകൾ ഭേദിച്ച് മഹാസമുദ്രങ്ങൾ കീറിമുറിച്ച് മരുഭൂമികൾ താണ്ടി ബഗ്ദാദിലുള്ള ചെറിയ വീട്ടിൽ കഴിയുന്ന ഇമാം അഹ്മദ് എന്ന വലിയ മുഹദ്ദിസിനെ തേടിയെത്തിയ വിജ്ഞാനദാഹികളുടെ ജീവിതം താരീഖിന്റെ പേജുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് വേണ്ടി പട്ടിണി കിടന്നും വിശപ്പ് സഹിച്ചും കാത്തിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, അവരൊക്കെ അറിവിന്റെ വില തിരിച്ചറിഞ്ഞവരാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം, അറിവാണ് അടിസ്ഥാനം, ഇൽമാണ് അടിത്തറ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് നമ്മളോട് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്? അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. അവർ ഈമാനുള്ളവരാണ്, സുഹൃതങ്ങൾ ചെയ്യുന്നവരാണ്. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? എന്താണ് വിശ്വാസം? ഈമാൻ, ഇൽമാണ് ഈമാൻ, അറിവാണ് ഈമാൻ. മദ്രസകളിൽ നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട് ഈമാനിന്റെ 6 റുക്നുകൾ. അള്ളാഹുലുള്ള വിശ്വാസം. എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയുക? അള്ളാഹുവിനെ പറ്റിയിട്ട് അറിയണം. അള്ളാഹുവിനെ അറിയാത്ത ഒരാൾക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറ്റുമോ? മലക്കുകളിലെ ഈമാൻ. എന്താണ് മലക്കുകളിലെ ഈമാൻ? അതിന് മലക്കുകളെ പറ്റിയിട്ട് അറിയണം. നബിമാരിലും കിതാബുകളിലും വിശ്വസിക്കണമെങ്കിൽ ആ നബിമാരെ പറ്റിയിട്ടും കിതാബുകളെ പറ്റിയിട്ടുമുള്ള ഇൽമ്, അറിവ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറിവാണ്, ഇൽമാണ് അടിസ്ഥാനം, അതാണ് അടിത്തറ. ഹിറാ ഗുഹയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദ്യമായിട്ട് കണ്ട്
പേടിച്ച് വിറച്ച് സമ്മിലൂനി സമ്മിലൂനി, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂടിത്തരണമെന്ന് പറഞ്ഞ് ഖദീജ ബീവിന്റെ അരികിലേക്ക് ഓടി വന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയ പത്നി കൊണ്ടുപോകുന്നത് ആരുടെ അരികിലേക്കാണ്? മക്കയിൽ അന്ന് ഒരുപാട് പ്രമാണിമാരുണ്ട്, പ്രമുഖരുണ്ട്. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്കാണ്. എന്താണ് വറക്കയുടെ പ്രത്യേകത? വറഖത്ത് ബിൻ നൗഫൽ ഇഞ്ചീൽ പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് വറക്ക പറഞ്ഞത് ഹാദൻ നാമൂസുല്ലദീ നസ്സലല്ലാഹു അലാ മൂസ, ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു ദിവ്യ സന്ദേശം അയച്ച മലക്കാണ്. മൂസാ നബിയുടെ അരികിലേക്ക് വന്ന ജിബ്രീലാണ് നിങ്ങളുടെ അരികിലും വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ശക്തമായ പിന്തുണ തരും എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് വറക്കയുടെ ഇൽമാണ്, അറിവാണ്. ഒരു ഉപ്പയുടെ കൈ മുറുകെ പിടിച്ച് നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്തൊരു ജീവിതമുണ്ട്. മീസാഖൻ ഖലീല, അത് ബലമുള്ള ശക്തമായ കരാറാണ് എന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അതെന്റെ ഉത്തരവാദിത്തമാണ്. അവളിലൂടെ അള്ളാഹു എനിക്ക് സമ്മാനിച്ച മക്കൾ എന്റെ ഉത്തരവാദിത്തമാണ്. അവരുടെ വിഷയങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന അറിവും ബോധ്യവുമുള്ള ഒരാൾക്ക് നല്ല കുടുംബനാഥനാകാൻ കഴിയുകയുള്ളൂ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്തു. നബി ചോദിച്ചു, എന്താണ് മുആദ് ഇത്? സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് വിലക്കി. എന്റെ നബി ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഈ ഹദീസ് പഠിച്ച ഒരു പെണ്ണിനാണ് ആ ഭർത്താവിനെ ബഹുമാനിക്കാനും ആദരിക്കാനും, അയാൾ ക്ഷീണിച്ച് തളർന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ മുഖം കറുപ്പിക്കാതെ കണ്ണുരുട്ടാതെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ആ ഗ്ലാസ് അദ്ദേഹത്തിന്റെ നേരെ നീട്ടാനും കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലൂടെ അങ്ങാടിയിലൂടെ നടക്കുകയാണ്. അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ ഒരു ധാന്യ വിൽപ്പനക്കാരനുണ്ട്. അയാളുടെ ധാന്യം അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ധാന്യത്തിന്റെ ഇടയിലേക്ക് തന്റെ കൈ പ്രവേശിപ്പിച്ചു. ആ ധാന്യം നനഞ്ഞിട്ടുണ്ട്. മാഹാദാ യാ സാഹിബത്ത് ആം, എന്താണ് ധാന്യം നനഞ്ഞിട്ടുണ്ടല്ലോ, എന്തു പറ്റി? യാ റസൂലല്ലാഹ് അസാബത്ഹു സമാ, ഇന്നലെ രാത്രി മഴ പെയ്തപ്പോ നനഞ്ഞതാണ് നബിയെ. അത് ജനങ്ങൾ കാണട്ടെ, അവരറിയട്ടെ. ആ നനഞ്ഞ ധാന്യം പുറത്തു വെക്കണം, അത് ആളുകൾ അറിയണം. അറിഞ്ഞുകൊണ്ടേ അവരത് വാങ്ങാൻ പാടുള്ളൂ. മൻ ഗശ്ശ ഫലൈസ മിന്നാ, ആര് വഞ്ചന നടത്തുന്നുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന കച്ചവടത്തിന്റെ അടിസ്ഥാന പാഠം ആ സ്വഹാബിയെ പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പാഠം ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന അനുചരനെയും നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ പാഠം ശരിക്കും ഉൾക്കൊണ്ട ഒരാൾക്കേ നല്ല കച്ചവടക്കാരനാകാൻ പറ്റുള്ളൂ. അറിവുള്ളവർക്കേ നല്ല മക്കളാകാൻ പറ്റുള്ളൂ. അറിവുള്ളവർക്കേ നല്ല വിദ്യാർത്ഥികളാകാനും നല്ല അധ്യാപകരാകാനും കഴിയുകയുള്ളൂ. അറിവുള്ള ഒരാൾക്കേ നല്ല ഡോക്ടറാകാൻ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇൽമാണ്, അറിവാണ്. ആ അറിവ് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അറിവുള്ളവരുടെ സ്ഥാനം അള്ളാഹു ഉയർത്തിയതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നമ്മൾ അറിവുള്ളവരാകണം, പഠിക്കുന്നവരാകണം. മരണം വരെ നമ്മൾ വിദ്യാർത്ഥികളാണ്. പ്രായമായി തലമുടി നരച്ച് വഴിയരികിൽ ഒരു മഷിക്കുപ്പിയുമായി നിൽക്കുന്ന ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ പ്രായത്തിലും നിങ്ങൾ ഈ മഷിക്കുപ്പിയും പിടിച്ച് നിൽക്കുകയാണോ? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല നൽകുന്ന മറുപടി, മഅൽ മിഹ്ബറതി ഇലൽ മഖ്ബറ,
എന്റെ മക്ബറ വരെ ഈ മഷിക്കുപ്പി എന്റെ കൂടെ ഉണ്ടാകും, മരണം വരെ ഞാനൊരു വിദ്യാർത്ഥിയാണ്, അറിവ് തേടി നടക്കുന്ന ഒരു വിജ്ഞാന ദാഹിയാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല മറുപടി കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അറിവന്വേഷിക്കുന്നതിന്, പഠിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ പള്ളിക്കാടുകൾ ശാന്തമാണ്. അവിടുത്തെ മൂകത ഭീകരമാണ്, ഭയാനകമാണ്. ഓരോ ഖബറുകൾക്കുള്ളിലും കിടക്കുന്നത് മനുഷ്യർ മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങളും അവരുടെ കിനാവുകളുമാണ്. നമ്മൾ നനച്ചിരിക്കാത്ത നേരത്ത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് മലക്കുൽ മൗത്തും കൂട്ടരും വരും. നമ്മളെയും കൊണ്ടേ അവർ തിരിച്ചു പോവുകയുള്ളൂ. ആ മടക്ക യാത്രയിൽ നിന്ന് കുതറി മാറാനും ഓടി ഒളിക്കാനും ഒരാൾക്കും കഴിയുകയില്ല. മദീനയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഖബറിന്റെ പണി നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ ചാരത്തുണ്ട്. ആ ഖബറിലേക്ക് നോക്കിയിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നബിയുടെ കണ്ണീർ തുള്ളികൾ ആ ഖബറിനരികിലുള്ള മണൽത്തരികൾ നനച്ചു കളഞ്ഞു. കൂടെ ഇരിക്കുന്ന അനുചരന്മാരോട് ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു. സഹാബ, ഇതുപോലത്തെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കൊക്കെ വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങുക, ശരിക്ക് പണിയെടുക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര ലളിതമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഈ ദുനിയാവിൽ കഴിഞ്ഞത്. 10 വർഷം ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ച ഭരണാധികാരിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 23 ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷങ്ങളിൽ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് 10 വർഷം ഇസ്ലാമിക രാഷ്ട്രം അടക്കി ഭരിച്ച ഒരു ഭരണാധികാരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, എന്റെ പൊന്നുമോനെ അബ്ദുല്ല, ഉൻദുർ മാദാ അലയ്യ മിനദ്ദൈൻ, വാപ്പാക്ക് എത്ര കടമുണ്ട് എന്ന് നീ അന്വേഷിക്കണമെന്നാണ്. ഒരു ഭരണാധികാരിയുടെ മകനോട് ആ ഭരണാധികാരി അവസാന നിമിഷങ്ങളിൽ മരണത്തെ മുന്നിൽ കണ്ട് കിടക്കുന്ന നേരത്ത് പറഞ്ഞ വാക്കുകളാണത്. 4 തലമുറക്ക് തിന്നാനുള്ളത് ബാക്കിയാക്കിയിട്ടല്ല അവർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയത്. മദീന പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ഖതീബ് എത്തിയിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഖുത്ബ പറയേണ്ടത്. ജനങ്ങൾ ഖലീഫയെ കാത്തിരിക്കുകയാണ്. 22 കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത ഖമീസുമായി പള്ളിയിലേക്ക് കയറി വരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുചരന്മാരോട് പറഞ്ഞത്, ലൈസ ലി ഖമീസുൻ ഗൈരി, ഇതല്ലാതെ വേറൊരു ഖമീസ് ഉമറിനില്ല. ഈ ഖമീസ് ഉണങ്ങാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരുന്നതാണ്. എത്ര ലളിതമായി കൊണ്ടാണ് ഈ ദുനിയാവിൽ അവർ ജീവിച്ചത്. നിങ്ങൾ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ഒരു വഴിയാത്രക്കാരനായി ജീവിച്ച് കാണിച്ചു തരിക കൂടിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്ന പാഴെങ്ങനെയായിരുന്നു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നത് പരുപരുക്കൻ ഈത്തപ്പന ഓലയിലാണ്. നബി ആ പായയിൽ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ പാട് വീണിട്ടുണ്ട്. ആ പാട് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയാണ്, 2 മാസം ഞങ്ങളുടെ അടുപ്പിൽ തീ പുകഞ്ഞിരുന്നില്ല. പച്ചവെള്ളവും കാരക്കയും മാത്രം കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിതം തള്ളി നീക്കിയിരുന്നത്. സഈദ് ഇബ്നു മുസയ്യബ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ പത്നിമാരും കഴിഞ്ഞിരുന്ന ഹുജുറാത്ത്, അറകൾ, അത് മദീനയിൽ ഇന്നും ബാക്കിയായിരുന്നുവെങ്കിൽ മദീനയിൽ സന്ദർശനത്തിനെത്തുന്ന ആളുകൾക്ക് ഉത്ബോധനമായിക്കൊണ്ട്, ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ആ അറകൾ മാത്രം മതി എന്നാണ്. കാരണം എത്ര ലളിതമായിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി ഈ ലോകത്ത് ജീവിച്ചത് എന്ന് ആ അറകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് ആഖിറത്ത് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ ആ ചോദ്യത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. മരിക്കുന്ന അവസാന നേരത്തും കടമെന്നത് അവർക്കൊരു പ്രശ്നമായിരുന്നു, അവർക്കൊരു വിഷയമായിരുന്നു. കടക്കാരനായിക്കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പാടില്ല എന്ന വാശി അവർക്കുണ്ടായിരുന്നു.
എന്താണ് നമ്മുടെ സാമ്പത്തിക നിലപാട്? സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, അല്ലാഹുവേ പാപങ്ങളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്, കടക്കാരനാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. അപ്പൊ ഇത് കേട്ട സ്വഹാബിമാർ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ കടത്തിൽ നിന്ന് വല്ലാതെ അഭയം ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഒരു മനുഷ്യൻ കടക്കാരനായി കഴിഞ്ഞാൽ ഇദാ ഹദ്ദസ കദബ, ഓ സംസാരിച്ച കളവ് പറയും, നുണ പറയും. അല്ലെ, നാളെ തരാ, മറ്റന്നാൾ തരാ. വഇദാ വഅദ ഫഅഖ്ലഫ, അവൻ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. അടുത്ത ആഴ്ച തരാന്ന് പറഞ്ഞിട്ടുണ്ടാകും, അടുത്ത മാസമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടാവൂല. അതുകൊണ്ടാണ് ഞാൻ കടത്തിൽ നിന്ന് അഭയം ചോദിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖബർ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ പഠിപ്പിച്ച മറ്റൊരു പാഠം എന്താണെന്നറിയോ? ഒരു പുതിയ ഖബർസ്ഥാനിൽ വന്നിട്ടുണ്ട്. നബിയും അനുചരന്മാരും ആ ഖബറിന്റെ അരികിൽ നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റകഅതാനി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും. സഹാബ, നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ദുനിയാവിൽ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അത് കുടുംബത്തോടൊപ്പമുള്ള ജീവിതമല്ല, അത് അയാളുടെ കച്ചവടമല്ല, അയാളുടെ ഉയർന്ന ശമ്പളമല്ല, ഈ ദുനിയാവിൽ അയാൾ അനുഭവിച്ച സുഖങ്ങളോ സൗകര്യങ്ങളോ ആനന്ദങ്ങളോ ആസ്വാദനങ്ങളോ അല്ല. മറിച്ച് 2 റക്അത്ത് നിസ്കാരമാണ് ആ മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത സുജൂദിന്റെയും നമ്മൾ നിർവഹിച്ച റുകൂഇന്റെയും വില നമ്മൾ അറിയും. നമ്മൾ ചൊല്ലിയ ഒരു തസ്ബീഹിന്റെയും തക്ബീറിന്റെയും വില നമ്മൾ അറിയും. നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ ഒത്തുചേരലിന്റെ വില എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ഓതിയ ഖുർആനിന്റെ ആയത്തുകളുടെ വില എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. എപ്പോഴെന്നറിയോ? ഇനി ഒരു മടക്കമില്ല എന്ന് നമുക്ക് ഉറപ്പാകുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ ഖബറിൽ കിടക്കുമ്പോൾ, മണ്ണിനടിയിൽ നമ്മൾ കിടക്കുന്ന നേരത്ത് നമുക്കത് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടൽ കൊണ്ട് കാര്യമില്ല. അതിനു മുമ്പ് നന്നായിട്ട് ഒരുങ്ങാനും നന്നായിട്ട് പണിയെടുക്കാനും നമുക്ക് കഴിയണം. ഈ നാട്ടിൽ നമുക്ക് മനോഹരമായ ഒരു പള്ളിയുണ്ട്. ആ പള്ളി സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനും മാത്രം നമ്മൾ ഉണ്ടാക്കിയതല്ല. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുതുബ നടത്താൻ മാത്രം, ജുമാ നമസ്കാരം നടത്താൻ മാത്രം നമ്മൾ കെട്ടിപ്പടുത്തൊരു കേന്ദ്രമല്ല അത്. അവിടെ ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പള്ളിക്ക് കീഴിൽ 2 QHLS ഉണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ഉച്ചക്ക് ശേഷം ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും മഗ്രിബിന് ശേഷം പറവണ്ണ സലഫി സ്കൂളിൽ QHLS നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ പള്ളിക്ക് കീഴിലല്ലാതെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ വെട്ടത്തും ആലിഞ്ചുവടൊക്കെ QHLS ക്ലാസുകൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സാന്നിധ്യം ഉണ്ടോ നമ്മൾ ആലോചിക്കുക. എങ്ങനെയാണ് അറബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച മനുഷ്യരെ മാറ്റിയെടുത്തത് എങ്ങനെയാണ്? റോമും പേർഷ്യയും അടക്കി ഭരിച്ചിരുന്ന ധിക്കാരികളായ മനുഷ്യർ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും സഹിച്ച് ജീവിതം തള്ളി നീക്കിയ, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച അറബികൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയത് എങ്ങനെയാണ്? അത് കായ്ബലം കൊണ്ടല്ല, ആരോഗ്യം കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, അവരുടെ ആദർശം കൊണ്ടായിരുന്നു, അവരുടെ നിലപാട് കൊണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചപ്പോൾ അള്ളാഹു അവർക്ക് കൊടുത്ത വിജയവും സഹായവുമാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടത്. അങ്ങനെ ദീൻ മുറുകെ പിടിക്കാനും ദീന് പഠിക്കാനും ആ പഠിച്ചതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും നമ്മൾ ഒരുക്കമാണോ? അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹുവിന്റെ വിജയം നമുക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ഖുബാ പള്ളിയിൽ ഇമാം നിന്നിരുന്ന ഒരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബി നിസ്കരിക്കുമ്പോൾ എല്ലാ റക്അത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. സൂറത്തുൽ ഇഖ്ലാസ് ഓതാതെ വേറെ സൂറത്ത് ഓതാറുണ്ടായിരുന്നില്ല. ഞാൻ ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഈ സ്വഹാബി ഏത് സൂറത്ത് ഓതിയാലും സൂറത്തുൽ ഇഖ്ലാസും കൂടി അതിന്റെ കൂടെ പാരായണം ചെയ്യും. അപ്പൊ ആ പള്ളിയിൽ പിന്നെ നിന്ന് നിസ്കരിച്ചെന്ന ആളുകൾ അദ്ദേഹത്തോട് സംസാരിച്ചു, എന്തിനാണ് നിങ്ങളെ 2 സൂറത്ത് ഓതുന്നത്? ഒരു സൂറത്ത് ഓതിയാ പോരെ?
ഈ സഹാബി പറഞ്ഞു, ഞാൻ ഇമാം നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓതുള്ളൂ, നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ വേറൊരു ഇമാമിനെ കൊണ്ടുവന്നോളൂ, അയാൾ ഇമാം ഒന്ന് നിസ്കരിക്കട്ടെ. അങ്ങനെ ഈ പരാതി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഇങ്ങനെ 2 സൂറത്ത് ഓതാനുള്ള കാരണം? അപ്പൊ ആ സ്വഹാബിന്റെ മറുപടി, അള്ളാഹുവിന്റെ റസൂലെ, ആ സൂറത്തിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടം കാരണമാണ് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ റക്അത്തിലും പാരായണം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചു കൊടുക്കാൻ. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള ഇഷ്ടം, ആ സൂറത്തിനോടുള്ള പ്രിയം, അത് നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എൻ്റെ ഉമ്മമാരോട്, ജ്യേഷ്ഠന്മാരോട്, അനിയന്മാരോട്, അതിനൊക്കെ മുമ്പ് എന്നോട്, ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളുടെ കൂട്ടത്തിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ട സൂറത്ത് ഈ സൂറത്താണ് എന്ന് പറയാൻ ഒരു സൂറത്ത് നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്. എന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുകുലുക്കിയ ഒരായത്താണ് ഇത് എന്ന് പറയാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരായത്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഉമ്മത്തുൽ ഖുർആനാണ്, നമ്മൾ പറയുന്നു. ഖുർആൻ ഓതിയിട്ട് എത്ര ദിവസമായി? നമ്മൾ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഖുർആൻ ക്ലാസ്സുകളുണ്ടോ? ഖുർആൻ പഠിക്കാൻ നമുക്കൊരു നോട്ട് പുസ്തകമുണ്ടോ? പഠിച്ച ആയത്തുകൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് നര ബാധിച്ചല്ലോ. ആലോചിച്ച് നോക്കി, ലോകത്ത് ഇതുപോലത്തെ ഒരു നേതാവ് വേറെ ജീവിച്ചിട്ടുണ്ടോ? നബിയുടെ മുടിയിലും താടിയിലും എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ എണ്ണി നോക്കിയിട്ടുണ്ട് എന്നാണ്. നബിയിലുണ്ടാകുന്ന ഓരോ മാറ്റവും അവർ ശ്രദ്ധിച്ചു, വീക്ഷിച്ചു. നബിയെ, നിങ്ങൾക്ക് നര ബാധിച്ചല്ലോ. അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി എന്താണെന്നറിയോ? ശയ്യബത്നി ഹൂദുൻ വൽ വാഖിഅതു വൽ മുർസലാതു വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുബിറത്. അബൂബക്കർ, എനിക്ക് നര ബാധിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അത് സൂറത്ത് ഹൂദാൻ, അത് അമ്മ യതസാഅലൂനാൻ, അത് ഇദ ശംസു കുബിറത്താൻ, അത് സൂറത്തുൽ മുർസലാത്താൻ. ഈ സൂറത്തുകളിലൊക്കെ ഖിയാമത്ത് നാളിനെ ഭീകരമായ ഭയാനകമായ അവസ്ഥകളെ പറ്റിയിട്ട് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആ അവസ്ഥകളും ആ ഭീകരമായ സാഹചര്യങ്ങളും ആലോചിച്ചിട്ടാണ് എനിക്ക് നര ബാധിച്ചത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഖുർആന്റെ ഉള്ളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഗ്രന്ഥമുണ്ടാക്കുന്ന, ഈ അത്ഭുത ഗ്രന്ഥമുണ്ടാക്കുന്ന മാറ്റവും സ്വാധീനവുമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ചിന്തിക്കുക, നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ചെറിയ ചെറിയ സൂറത്തുകളുടെ അർത്ഥമെങ്കിലും ആശയമെങ്കിലും ആ സൂറത്തുകളിൽ നിന്ന് കിട്ടേണ്ട പാഠമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല എങ്കിൽ പഠിക്കണം. ഖുർആൻ പഠിക്കുന്നവർക്കാണ് അള്ളാഹു പ്രതാപം നൽകുക, അള്ളാഹു ഇസ്സത്ത് നൽകുക. ഇവിടെ നമ്മുടെ നാട്ടിൽ QHLS നടക്കുന്നത് അത് കുറച്ച് ആൾക്കാർക്ക് ക്ലാസ് എടുത്ത് പഠിക്കാനോ അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകാനോ അല്ല. നമുക്ക് എല്ലാവർക്കും പഠിക്കാനാണ്. ആ ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മുടെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഇനിയും നടക്കണം. പരസ്പരമുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകണം. നന്മകളിൽ കൈകൾ കോർത്തുപിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നല്ലത് പറയാനും കൽപ്പിക്കാനും തെറ്റു വിലക്കാനും തിന്മകൾ വിരോധിക്കാനും ഒരു സംഘമുണ്ടാകണം. നിലപാടുള്ളവരായിട്ട് നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് കേട്ടാൽ അത് നമ്മുടെ ജീവിതമാകണം. ഖുർആന്റെ ഒരു ആയത്ത് കേട്ടാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനമാകണം. അങ്ങനെയായിരുന്നു നബിയുടെ അനുചരന്മാർ. അത്ഭുതമാണ് അവരുടെ ജീവിതം, അത്ഭുതമാണ്. നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകളൊക്കെ സ്വഹാബിമാർ എങ്ങനെയാണ് ഫോളോ ചെയ്തത് എന്ന് കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയതിനു ശേഷം ഒരു 16-17 മാസം
തിരിഞ്ഞ് നിസ്കരിക്കുന്നത് ബൈത്തുൽ മഖ്ദസിലേക്കാണ്. അതായിരുന്നു മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ല. മക്കയിൽ വെച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ് നിസ്കരിക്കുന്നത്. എന്നാൽ മക്കയിൽ വെച്ച് ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ നബിക്ക് കഅബ മുന്നിൽ വരുന്ന നിലക്ക് നിസ്കരിക്കാൻ പറ്റും. മക്കയിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ഏത് നിലക്കായാലും കഅബ മുന്നിൽ വരുന്ന നിലക്ക് നിസ്കരിക്കാൻ പറ്റുമല്ലോ. എന്നാൽ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം തുടരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞാൽ കഅബ പിന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു മുസ്ലിങ്ങളുടെ ഖിബലയായിട്ട് കഅബ കിട്ടണമെന്നത്. ആ ആഗ്രഹത്തെ അള്ളാഹു പരിഗണിക്കുന്നുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റാ. നബിന്റെ ആഗ്രഹം പരിഗണിച്ചു കൂടിയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം നോക്കി കൂടിയാണ് അള്ളാഹു മുസ്ലിങ്ങൾക്ക് കഅബയെ ഖിബലയായിട്ട് നിശ്ചയിച്ചു തരുന്നത്. മദീനയിൽ ഒരു അസ്ർ നിസ്കാരം നടക്കുകയാണ്. ആ അസ്ർ നിസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലുള്ള കഅബയിലേക്ക് തിരിയാനുള്ള നിർദ്ദേശം വന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ വെച്ച് ആ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ച സ്വഹാബി ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു പള്ളിയിലേക്ക്. അവിടെ അസ്ർ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബിമാർ റുക്കൂഇലാണ്. ഈ സ്വഹാബി വിളിച്ചു പറയാണ് പള്ളിക്ക് പുറത്തു നിന്ന്, ലഖദ് സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബല മക്ക. മക്കയിലെ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്ർ നിസ്കാരം നിർവഹിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് സ്വഹാബിമാർ റുക്കൂഇലാണ്. ആ റുക്കൂഇൽ വെച്ച് ആ പള്ളിയിൽ എന്താണ് നടന്നത് എന്നറിയുമോ? അവരാ റുക്കൂഇൽ വെച്ചിട്ട് തിരിയാണ്. നമ്മൾ പറഞ്ഞു മദീനയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ കഅബ പിറകിലാണ്. 180 ഡിഗ്രി റുക്കൂഇലായിരിക്കെ സ്വഹാബിമാർ കഅബയിലേക്ക് തിരിഞ്ഞു. അവർ ചിന്തിക്കുന്നില്ല, ഏതായാലും നിസ്കാരം തുടങ്ങിയല്ലോ, ഇനി അടുത്ത നിസ്കാരത്തിൽ ആലോചിക്കാം. ഇപ്പൊ നമ്മൾ അസർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി മഗ്രിബിനെ ആലോചിക്കാം എന്ന് അവർ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഏതായാലും ഈ റക്അത്തിലെ റുക്കൂഇലെത്തിയില്ല, ഇനി അടുത്ത റക്അത്തിൽ നമുക്ക് ആലോചിക്കാം എന്ന് പോലും സ്വഹാബിമാർ ചിന്തിച്ചിട്ടില്ല. ആ റുക്കൂഇൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ തിരിഞ്ഞു. 180 ഡിഗ്രി അവർ തിരിഞ്ഞു കഅബയിലേക്ക്. ആരാണ് സഹാബിമാർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും നബിയുടെ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ഒരുക്കമാണോ, നമ്മൾ സന്നദ്ധരാണോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മഹല്ല് സംഗമത്തിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മഗ്രിബിന് മുമ്പുള്ള സെഷനുകൾ ഇവിടെ പൂർത്തിയായി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇനി പ്രൗഢമായ 2 സംസാരങ്ങൾ കൂടി നമുക്ക് വരാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് എന്ന ചിന്തയും ബോധവും നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. അതല്ല എങ്കിൽ ഈ ഇരുത്തവും ഈ പരിശ്രമവും ഈ ഓട്ടവും ഒക്കെ വെറുതെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി നമ്മൾ പ്രതീക്ഷിക്കുക. ഹാറൂൻ റഷീദിന്റെ സൈന്യത്തിൽ 20,000 സൈനികരുണ്ടായിരുന്നു. ആ 20,000 സൈനികർ രജിസ്റ്ററിൽ ഒപ്പുവെച്ചിരുന്നില്ല. അവർ ശമ്പളം കൈപ്പറ്റിയിരുന്നില്ല. ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അത് വേറെ ആരും അറിയേണ്ടതില്ല, അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി മാത്രമാണ് ഞങ്ങൾ കൊതിക്കുന്നത് എന്ന ചിന്തയായിരുന്നു ആ 20,000 ആളുകൾക്കുണ്ടായിരുന്നത്. ആ ഒരു മനസ്സാണ് നമുക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ നീയത്ത് സത്യസന്ധമാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പുണ്യവും പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകും. നിങ്ങൾ ആലോചിക്കുക, സ്വർഗത്തിലെത്തിയതിനു ശേഷം ആരെങ്കിലും സ്വർഗത്തിൽ നിന്ന് തിരിച്ചു പോരാൻ കൊതിക്കോ? സ്വർഗത്തിലെത്തിയതിനു ശേഷം സ്വർഗത്തിൽ നിന്ന് തിരിച്ചു പോരാൻ ആരെങ്കിലും കൊതിക്കോ? ഒരു വിഭാഗം കൊതിക്കുന്നാൻ. അവരാരാന്നറിയോ? അവർ ശുഹദാക്കളാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദുകളായ ആളുകൾ. അവർ സ്വർഗത്തിൽ നിന്ന് തിരിച്ചു പോരാൻ കൊതിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് പോകുന്നുണ്ട് ദുനിയാവിൽ കഴിയാൻ വേണ്ടിയിട്ടല്ല. ഒരു 10 തവണ കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിട്ട് തിരിച്ചു പോകാൻ പറ്റുമോ എന്നാണ് അവരാലോചിക്കുക. ലിമാ യറാ മിനൽ കറാമ, അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ച സുഖങ്ങളും സന്തോഷവും ആനന്ദവും ആസ്വാദനവും കണ്ടിട്ട് അവർക്ക് അങ്ങനെ തോന്നുന്നാൻ.
അപ്പൊ ആ ശുഹദാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പദവി എത്രയായിരിക്കും, സ്ഥാനം എത്രയായിരിക്കും, അവർക്ക് അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുള്ള ആനന്ദങ്ങൾ എന്തൊക്കെയായിരിക്കും. നമ്മൾ നമ്മുടെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും നമുക്ക് ശുഹദാക്കളുടെ പദവി കിട്ടും. എപ്പോഴെന്നറിയോ? നമ്മൾ സത്യസന്ധമായിക്കൊണ്ട് അള്ളാഹുവിനോട് ഷഹാദത്ത് ചോദിച്ചാൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല അല്ലാഹ ഷഹാദത സാദിഖൻ ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ. ആരെങ്കിലും സത്യസന്ധമായി കൊണ്ട് അള്ളാഹുവിനോട് ഷഹാദത്ത് ചോദിച്ചാൽ, ആ സാദിഖൻ എന്ന വാക്ക് നമ്മൾ ഒരു ചുവന്ന മഷി കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ കുത്തിക്കുറിക്കേണ്ടത്. സത്യസന്ധമായിക്കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ ഷഹീദായിട്ട് മരിക്കണേ എന്നൊരാൾ പ്രാർത്ഥിച്ചു, ബല്ലഗഹു അല്ലാഹു മനാസില ശുഹദാ, അള്ളാഹു അവനെ ശുഹദാക്കളുടെ പദവിയിൽ എത്തിക്കും. വഇൻ മാത അലാ ഫിറാശിഹി, അവന്റെ വിരിപ്പിൽ കിടന്നിട്ടാണ് മരിച്ചത് എങ്കിലും, അവന്റെ ശരീരത്തിൽ വാളുകൊണ്ടുള്ള ഒരു കുത്തുപോലും ഏറ്റിട്ടില്ല, ഒരു അമ്പ് പോലും തറച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞിട്ടില്ല. പക്ഷേ ശുഹദാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന സ്ഥാനം ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കും. കാരണം എന്താണ്? അത് ആ മനുഷ്യന്റെ മനസ്സാണ്, ആ മനുഷ്യന്റെ നിയ്യത്താണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഈ നിയ്യത്തും നമ്മുടെ മനസ്സിന്റെ തേട്ടവും നമ്മൾ ശരിക്ക് പരിഗണിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു വിസ്ഡം സ്റ്റുഡൻസുകാരൻ എന്ന നിലക്ക്, അവരുടെ പ്രതിനിധി എന്ന നിലക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വലിയ സമ്മേളനം വരുന്നുണ്ട്. മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുകയാണ്. ദിശയറിയാതെ അലയുന്ന പുതിയ തലമുറക്ക് വെളിച്ചം നൽകുന്ന ഒരു സമ്മേളനമാണത്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണം. പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് പുതിയ തലമുറക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം അറിയില്ല എന്നത് തന്നെയാണ്. ദഅവ എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു ചെറിയ കൂട്ടായ്മയാണ് വിസ്ഡം സ്റ്റുഡൻസ്. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം, നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആലോചിക്കുക, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ വൽ മൗത ഫീ ബലദി റസൂലിക്. അല്ലാഹുവേ, നീ എന്നെ ഷഹീദാക്കി കൊണ്ട് മരിപ്പിക്കണമേ, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ. ഈ പ്രാർത്ഥന കേട്ട് സ്വഹാബിമാർക്ക് വലിയ കൗതുകം തോന്നി. കൗതുകം എന്താണെന്നറിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നബി ഒരിക്കൽ ഉഹദിന്റെ മുകളിൽ കയറി. ഉഹദിന്റെ മുകളിൽ കയറിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ ഉഹദ് ഒന്ന് വറച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉസ്ബുത് യാ ഉഹദു, ഉഹദേ നീ അടങ്ങ്, അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിലുള്ളത് നബിയാണ്, സിദ്ദീഖാണ്, രണ്ട് ഷഹീദുകളാണ്. അല്ലെ, നബി അള്ളാഹുവിന്റെ റസൂലാണ്, സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ട് ഷഹീദുകൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുമാണ്. അപ്പൊ അവർ രണ്ടുപേരും ഷഹീദായിട്ടാണ് മരിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ അറിയിച്ച കാര്യമാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് സഹാബിമാർക്ക് സംശയമൊന്നുമില്ല, ആശങ്കയൊന്നുമില്ല. അത് നബി വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചതാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്ന്. എന്നാൽ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിച്ചോ നിങ്ങൾ, വൽ മൗത ഫീ ബലദി റസൂലിക്, അല്ലാഹുവേ നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച്, മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ എന്നാൽ. അല്ലെ, മദീനയിൽ വെച്ചുള്ള മരണത്തിന് ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരണം മദീനയിലാക്കാൻ നോക്കുക. മദീനയിൽ താമസിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് ആ ഹദീസ്. പക്ഷേ സ്വഹാബിമാരുടെ കൗതുകം എന്താന്ന് വെച്ചാൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിൽ മദീന സുശക്തമാണ്. റോമും പേർഷ്യയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. ഇനി മദീനയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുക സാധ്യമല്ല. പുറത്തുനിന്ന് ഒരു ശക്തി വന്ന് മദീനയെ ആക്രമിക്കുക എന്നത് അസംഭവ്യമാണ്. ആ സമയത്താണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന, അല്ലാഹുവേ മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ.
ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയില്ലേ? മദീനയിൽ വെച്ച് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ചല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്ത് കിട്ടിയത്? അതാണ്, പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പ്രിയപ്പെട്ടവരെ, ദഅവത്ത് എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കൂടെ പിന്തുണക്കാൻ ആളുണ്ടാകണമെന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ. ഞാൻ വറഖത്ത് ബിൻ നൗഫലിന്റെ ആദ്യ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനം തേടിക്കൊണ്ട്, ആശ്വാസം തേടിക്കൊണ്ട് വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹത്തിന്റെ അരികിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാർ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശക്തമായ സഹായം ഞാൻ നിങ്ങൾക്ക് നൽകും. അപ്പൊ കൗതുകത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വറക്കയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്: അവ മുഖ്രിജിയ്യ, എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ, മക്കക്കാർ എന്നെ പുറത്താക്കുകയോ? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം 40 വയസ്സ് വരെ ആരായിരുന്നു അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നില്ലേ? മക്കക്കാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന് വിധി തീർപ്പാക്കിയിരുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശ്വസ്തൻ എന്നാണ് മക്കക്കാര് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത്. എന്നാൽ 40 വയസ്സിൽ നബിയായതിനു ശേഷം, നബി റസൂലായതിനു ശേഷം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം എന്താ നടക്കുന്നത്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? ഹിജ്റ ചരിത്രമല്ലേ, സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? എന്താ കാരണം? 100% സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ആദർശം ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിലപാട് വ്യക്തമാക്കേണ്ടിടത്ത് നമ്മൾ നിലപാട് വ്യക്തമാക്കുക തന്നെ വേണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക. നിങ്ങൾ ആലോചിക്കുക, 40 വയസ്സിന് മുമ്പ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാത്തനെ വിളിച്ചിരുന്നു. 40 വയസ്സിന് മുമ്പ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്സയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? 40 വയസ്സിന് മുമ്പ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ടോ? ഇസ്മായിൽ നബിയെ ആരാധിച്ചിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും മക്കക്കാരൻ നബിന്റെ കോളറിന് പിടിച്ചിട്ടുണ്ടോ?
പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂചിപ്പിച്ചു വന്നത് ദഅവ എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവനേക്കാളും നല്ല വാക്ക് പറയുന്ന വേറെ ആരാണ് ഉള്ളത് എന്നാണ്. ആ ഉത്തരവാദിത്വം ഭംഗിയായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വയസ്സ് വരെ നബിക്ക് ശത്രുക്കളില്ല, അന്ന് ദഅവത്തില്ല. 40-ാമത്തെ വയസ്സ് കഴിഞ്ഞതിന് ശേഷം നബി ഭ്രാന്തനായി, നബി മാരണക്കാരനായി, നബി കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയവനായി, നബി സാഹിറായി. കാരണം 40-ാമത്തെ വയസ്സ് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ദഅവത്ത് തുടങ്ങുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അപ്പൊ ആ ദഅവ എന്ന ഉത്തരവാദിത്തം നമ്മൾ ഒറ്റപ്പെട്ടാലും നമ്മളെ ആളുകൾ വെറുത്താലും നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. നമ്മുടെ മുൻഗാമികൾ നമുക്കതിനുള്ള മാതൃകയാണ്. വീട്ടിൽ നിന്ന് ഫജ്ർ നിസ്കാരത്തിന് ഇറങ്ങിപ്പോകുന്ന ഉമർ മൗലവി റഹിമഹുല്ലാഹു തആലയുടെ കുപ്പായത്തിൽ പിടിച്ചിട്ട് പ്രിയപ്പെട്ടവൾ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ കാഫിറാണ് എന്ന് ഫത്വ പറഞ്ഞ ആളുകൾക്ക് ഇമാമ നിൽക്കാനാണോ നിങ്ങൾ പോകുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അവരെ ജനങ്ങൾ വിളിച്ചതാണ് കാഫിർ എന്നാണ്. ആ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉമർ കാഫിറായിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഉമർ ഇതാ വീണ്ടും മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഉമർ മൗലവി റഹിമഹുല്ലാഹു തആല ചരിത്രത്തിലുണ്ട്. പൊന്നാനിയിലേക്ക് പ്രസംഗത്തിന് പോയതാണ് രണ്ടത്താണി സെയ്ദ് മൗലവി റഹിമഹുല്ലാഹ്. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു കയറിയപ്പോ 2-3 ദിവസത്തിന് പ്രോഗ്രാമിന് പോയ ആള് നേരത്തെ തന്നെ പെരേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവൾ ചോദിച്ചു, എന്തേ നേരത്തെ പോകുന്നത്? നിങ്ങൾ പോകുമ്പോൾ ഉടുത്ത കുപ്പായമല്ലല്ലോ തിരിച്ചു വരുമ്പോൾ ധരിച്ചിട്ടുള്ളത്, എന്താണ്, എന്തുപറ്റി? അദ്ദേഹം പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ കുപ്പായമുണ്ട്, ആ കുപ്പായത്തിൽ രക്തക്കറകൾ പുരണ്ടിട്ടുണ്ട്. തൗഹീദ് പറഞ്ഞപ്പോൾ ആൾക്കാർ കൊടുത്ത സമ്മാനാണ്. അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ദഅവത്ത്. ആ ദഅവ രംഗത്ത് നമ്മൾ സജീവമായിട്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള സംഗമങ്ങൾ ഇടക്കിടക്ക് നടക്കണം, വിജ്ഞാന വേദികൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ നടക്കണം, ഖുർആൻ ക്ലാസുകൾ സജീവമാകണം, ഇൽമ് പഠിക്കണം, പഠിച്ച അറിവ് ജീവിതത്തിൽ പകർത്തണം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അതിനാണ് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ ഇബാദത്ത് വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള കരാറ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അതുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇൻഷാ അള്ളാഹ് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി പിരിയുകയാണ്. നിസ്കാരത്തിന് ശേഷം പ്രൗഢമായ 2 സംസാരങ്ങളാണ് നമുക്കുള്ളത്. ബഹുമാനീയനായ ടി കെ അഷ്റഫ് സാഹിബും താജുദ്ദീൻ സലാഹിയും നമ്മളോട് സംസാരിക്കും. ആ സംസാരം കഴിഞ്ഞ് പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തരും പിരിഞ്ഞു പോകേണ്ടത്. അള്ളാഹു ഈ ഒരു കൂടിയിരുത്തത്തിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. ഇതിനു വേണ്ടി ഓടി നടന്ന ഒരുപാട് മനുഷ്യരുണ്ട്, പരിശ്രമിച്ചവരുണ്ട്, ഓരോ വീടും കയറിയിറങ്ങി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചവരുണ്ട്, സാമ്പത്തികമായിട്ട് സഹായിച്ചവരുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലിയും പ്രതിഫലവും കൊതിച്ചുകൊണ്ടാണ്. ആ കൂലിയും പ്രതിഫലവും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.